പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും എഡിജിപിക്കുമെതിരെ പി.വി. അൻവർ എം.എൽ.എ ഉയർത്തിയ ആരോപണങ്ങൾക്കൊടുവിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എഡിജിപി എം.ആർ. അജിത് കുമാർ പങ്കെടുത്ത പോലീസ് അസോസിയേഷൻ സമ്മേളന വേദിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമെന്നതും ശ്രദ്ധേയമായി. ഒരേ വേദിയിലുണ്ടായിരുന്നിട്ടും ഒരിക്കൽ പോലും എഡിജിപിക്ക് മുഖം കൊടുക്കുവാനോ നോക്കുവാനോ മുഖ്യമന്ത്രി താൽപര്യം കാണിച്ചില്ല എന്നതും ചർച്ചാ വിഷയമായി. എഡിജിപി അടക്കമുള്ളവർക്കെതിരെയുള്ള ആരോപണങ്ങളിൽ ഡിജിപി തല അന്വേഷണമാകും നടത്തുക. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഇത് സംബന്ധിച്ച് അന്വേഷിക്കുമെന്നും അച്ചടക്കത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ വെച്ച് പൊറുപ്പിക്കില്ല എന്നും കൂടി മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. അതീവ ഗൗരവകരമായ ആരോപണങ്ങളാണ് ഇന്നും എഡിജിപിക്കെതിരെ പി.വി. അൻവർ ഉന്നയിച്ചത്. സോളാർ കേസ് അട്ടിമറിച്ചതിന് പിന്നിൽ എഡിജിപി എം.ആർ. അജിത് കുമാർ ആണെന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. എഡിജിപി തിരുവനന്തപുരം കവടിയാറിൽ എം.എ. യൂസഫ് അലിയുടെ വീടിനോട് ചേർന്ന് വലിയ കൊട്ടാരം പണിയുന്നുവെന്നും വാർത്താ സമ്മേളനത്തിൽ എം.എൽ.എ ആരോപിക്കുന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇടതുപക്ഷം ഏറ്റവും ശക്തമായ സമരം നടത്തിയ കേസായിരുന്നു സോളാർ കേസ്. അതെങ്ങനെ അട്ടിമറിക്കപ്പെട്ടുവെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ തന്നോട് വെളിപ്പെടുത്തി. പാർട്ടിയെയും മുന്നണിയെയും പൊതുസമൂഹത്തെയും നന്നായി വഞ്ചിച്ച് കേസ് അട്ടിമറിച്ചു എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. അതിന്റെ പ്രധാന ഉത്തരവാദി എം.ആർ. അജിത് കുമാർ ആണെന്നാണ് ആരോപിക്കുന്നത്. അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് ഇത് വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിൽ അന്വേഷണം വരുമ്പോൾ അത് കണ്ടെത്തട്ടെ. അൻവർ പറയുന്നത് ഇപ്രകാരമാണ്. അജിത് കുമാർ കവടിയാറിൽ എം.എ. യൂസഫ് അലിയുടെ ഹെലിപ്പാഡിന് തൊട്ടടുത്ത് വലിയ വീട് നിർമ്മിക്കുന്നുണ്ട്. 10 സെന്റ് അജിത് കുമാറിന്റെ പേരിലും 12 സെന്റ് സഹോദരന്റെ പേരിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 12,000 സ്ക്വയർ ഫീറ്റോ 15,000 സ്ക്വയർ ഫീറ്റോ എന്ന് ഉറപ്പുവരുത്താൻ പറ്റിയിട്ടില്ല. 65 മുതൽ 75 ലക്ഷം വരെയാണ് ഇവിടെ സെന്റിന് വില. അൻവർ പറയുന്ന ഇപ്രകാരമാണ്. മാത്രമല്ല വീണ്ടും ഒരു ശബ്ദരേഖ കൂടി എം.എൽ.എ പുറത്തുവിട്ടിരിക്കുന്നു. അതൊരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ ആണെന്നാണ് അൻവർ വ്യക്തമാക്കിയത്. അതേസമയം ഇപ്പോൾ ഉയർന്നിട്ടുള്ള കാര്യങ്ങളിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് എല്ലാവർക്കും നല്ല വ്യക്തതയുള്ളതാണെന്നാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. ഏത് കാര്യവും അതിൻ്റെ ശരിയായ മെറിറ്റിൽ പരിശോധിക്കുന്ന നിലയാണുള്ളത്. ഒരു മുൻവിധിയും പ്രകടിപ്പിക്കാറില്ല. ചില പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതിൻ്റെതായ എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ഉന്നത റാങ്കിലുള്ള ആൾ തന്നെ അന്വേഷിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതേസമയം പോലീസ് സേനയുടെ അച്ചടക്കം വളരെ പ്രധാനമാണ്. അതിന് നിരക്കാത്ത പ്രവർത്തികൾ വെച്ച് പൊറുപ്പിക്കാറില്ല. ഇതിന് തുനിയുന്നവർക്ക് അതിൻ്റെ ഫലം തിക്തമായിരിക്കുമെന്ന് ഓർമ്മ വേണമെന്നും പോലീസ് അസോസിയേഷൻ സമ്മേളന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. കേരള പോലീസിൽ വലിയ മാറ്റങ്ങൾ വരുത്താനായി രാജ്യത്തെ മികച്ച സേനയായി കേരളത്തിലെ പോലീസ് സേനയെത്തി. മുമ്പൊക്കെ കേരളത്തിൽ ഇടയ്ക്കിടെ ക്രമസമാധാന നിലവിളികൾ ഉയരുമായിരുന്നു. എന്നാൽ ഇപ്പോൾ എവിടെയും അതുണ്ടായിട്ടില്ല. ക്രമസമാധാനം എന്ന വിഷയം ഒരാൾക്കും ഉന്നയിക്കാനാകാത്ത വിധം ഭദ്രമായ സാമൂഹിക ജീവിതം നിലനിർത്താൻ നമുക്ക് കഴിയുന്നു. അതിൽ സുപ്രധാന പങ്കാണ് പോലീസ് വഹിക്കുന്നത്. ശാസ്ത്രീയമായ കുറ്റാന്വേഷണത്തിലും മികവ് പുലർത്താൻ പോലീസിന് സാധിക്കുന്നുണ്ട്. ലഹരി മയക്കുമരുന്ന് റാക്കറ്റുകളെ ഇല്ലായ്മ ചെയ്യാൻ മാതൃകാപരമായ ഇടപെടലുകൾ നടത്തുന്നു. കേരളത്തിന് പുറത്തുള്ള റാക്കറ്റുകൾ കണ്ടെത്താൻ പോലീസിനാകുന്നു. സാമ്പത്തിക കുറ്റകൃത്യങ്ങളിലും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങളിലും ശക്തമായ നടപടി സ്വീകരിക്കുന്നു. എത്ര ഉന്നതനാണെങ്കിലും മുഖം നോക്കാതെ നമ്മുടെ പോലീസ് നടപടിയെടുക്കുമെന്ന നിലയുണ്ടായിരിക്കുന്നു. ഇതെല്ലാം വലിയ മാറ്റങ്ങളാണ്. ആർക്കെതിരെയും മുഖം നോക്കാതെ നടപടിയെടുക്കാൻ കേരള പോലീസിന് ഇന്ന് ആരെയും പേടിക്കേണ്ടതില്ല. എന്നാൽ ഇതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ചെറിയൊരു വിഭാഗം ഇപ്പോഴുമുണ്ട് എന്നത് ഗൗരവമായി കാണണം. ഇത്തരക്കാരുടെ പ്രവർത്തനമാണ് പോലീസ് നേടിയ സൽപ്പേരിനെ കളങ്കപ്പെടുത്തുന്നത്. ഇത് പലപ്പോഴും സേനയ്ക്കാകെ കളങ്കം വരുത്തിവെക്കുന്ന നിലയിലേക്ക് എത്തുന്നു. അവരെ സംബന്ധിച്ച് സർക്കാരിന് കൃത്യമായി വിവരമുണ്ട്. അത്തരക്കാരെ കേരളത്തിലെ പോലീസ് സേനയിൽ ആവശ്യമില്ല എന്ന നിലപാടാണ് പൊതുവെ സർക്കാരിനുള്ളത്. ഈ കാഴ്ചപ്പാടോടെ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ കേരളത്തിൻ്റെ ജനകീയ സേനയിൽ നിന്ന് ഒഴിവാക്കാനായിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ ഇത്തരത്തിൽ 108 പോലീസ് ഉദ്യോഗസ്ഥരെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നടപടി ഇനിയും തുടരുമെന്നാണ് അറിയിക്കാനുള്ളതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം എഡിജിപി എം.ആർ. അജിത് കുമാറിനെതിരെ പോലീസ് അസോസിയേഷൻ യോഗത്തിലും വിമർശനമുണ്ടായി. എസ്.പിമാർക്ക് മുകളിൽ അമിത ജോലി ഭാരം അടിച്ചേൽപ്പിക്കുന്നു. ഇതിന്റെ ഭാരം പോലീസുകാരിലേക്ക് എത്തുന്നുവെന്ന പ്രതിനിധികൾ പോലീസ് അസോസിയേഷൻ യോഗത്തിലും വിലയിരുത്തി. ഇതുകൂടാതെ എഡിജിപി സമാന്തര ഇന്റലിജൻസ് ഉണ്ടാക്കി പോലീസുകാരെ നിരീക്ഷിക്കുന്നുവെന്നും പോലീസ് അസോസിയേഷൻ യോഗത്തിൽ ആരോപണമുയർന്നു. എന്തായാലും ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസ് സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള ആരോപണങ്ങൾ, അതും ഭരണപക്ഷത്തെ ഒരു എം.എൽ.എ തന്നെ നടത്തുന്ന അതീവ ഗുരുതരമായ ആരോപണങ്ങൾ സർക്കാരിന് തന്നെ വലിയ നാണക്കേടുണ്ടാക്കുന്ന സാഹചര്യം. അത്തരത്തിൽ എന്ത് പറയണമെന്നറിയാതെ സർക്കാർ പ്രതിരോധത്തിലായ അവസ്ഥയിലാണ് സംസ്ഥാനത്തെ തന്നെ ക്രമസമാധാന ചുമതലയുള്ള എഡിജിപിക്കെതിരെ മുഖ്യമന്ത്രി
പൊതുവേദിയിൽ അന്വേഷണം പ്രഖ്യാപിച്ചത്. അടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുമെന്നും PV അൻവറും പറയുന്നു. കേരളത്തിന് പരിചിതമല്ലാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. പോലീസ് സേനയിലെ ഉന്നതരുമായ ഒരു MLA നേർക്ക് നേർ കൊമ്പ് കോർക്കുന്നു. ഓരോ ദിവസവും പുതിയ തെളിവുകൾ പുറത്തുവിടുന്നു. അന്വേഷണത്തിനൊടുവിൽ ആര് കുറ്റക്കാരാകും, ആര് പുറത്താകും എന്നതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ അറിയാനാകും.